അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ലളിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോക്ഷം ലഭിക്കണം എന്നത്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിൽ സമാധാനമുണ്ടാകണം, സൗഖ്യം ലഭിക്കണം, സ്വർഗപ്രവേശനം സാധ്യമാകണം. ആ ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഈ ലോകത്തേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ നിയോഗിതരാകാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞുപോയിട്ടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരൊറ്റ സമുദായവുമില്ല. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 24-ാമത്തെ സൂക്തം. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടു. മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു ജനസമൂഹത്തിലേക്ക് മാത്രം നിയോഗിതനായ ഒരു പ്രവാചകനല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ. പ്രവാചകരെ, നിങ്ങളെ സർവ്വജനങ്ങളിലേക്കുമല്ലാതെ നിയോഗിച്ചിട്ടില്ല, താക്കീതുകാരനായിട്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും. ആ പ്രവാചകന്മാരെല്ലാവരും ലോകത്തെ പഠിപ്പിച്ചത് രക്ഷയുടെ മാർഗമായിരുന്നു, മോക്ഷത്തിൻ്റെ മാർഗമായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യന് രക്ഷപ്പെടാൻ ആവശ്യമായ ആത്യന്തികമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഇസ്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതല്ല, അതല്ലെങ്കിൽ രൂപപ്പെടുത്തിയതല്ല ഇസ്ലാം. ലോകത്തുള്ള ഏത് മതങ്ങളും ഏത് ദർശനങ്ങളും എടുത്തു നോക്കിയാലും ഒന്നുകിൽ ഒരു നാടിനോട് അതിന് ബന്ധമുണ്ടാകാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ബന്ധമുണ്ടാകാം. ക്രിസ്തുമതം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്, യഹൂദമതം ഒരു ജനസമൂഹത്തിലേക്ക് ചേർത്തപ്പെട്ടതാണ്, ഹിന്ദുമതം ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ അറബി പദത്തിൻ്റെ അർത്ഥം സമർപ്പണം, അതല്ലെങ്കിൽ സമാധാനം എന്നാണ്. സമർപ്പണമെന്നും സമാധാനമെന്നും അർത്ഥമുള്ള ഇസ്ലാം യഥാർത്ഥത്തിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതിലൂടെ കരഗതമാകുന്ന സമാധാനത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും ദൈവിക വിധിവിലക്കുകൾ അനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നതാണ് ഇസ്ലാം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ലളിതമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ ദൈവം, അതല്ലെങ്കിൽ ആ രക്ഷിതാവ് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ സാക്ഷ്യവചനം ഉരുവിടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ളവർക്കാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാതെ ജന്മനാൽ ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ഒരു പ്രത്യേകതയുമില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഈ സാക്ഷ്യവചനങ്ങൾ ഉൾക്കൊണ്ട് ആ പ്രതിജ്ഞയനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാമാകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നാളെ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ആദർശം ഇസ്ലാം മാത്രമായിരിക്കുമെന്നാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇസ്ലാമിനെ പരിചയപ്പെടാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ലളിതമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം. എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മോക്ഷം ലഭിക്കണം എന്നത്. ഇസ്ലാമിൻ്റെ ഭാഷയിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ജീവിതത്തിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിൽ സമാധാനമുണ്ടാകണം, സൗഖ്യം ലഭിക്കണം, സ്വർഗപ്രവേശനം സാധ്യമാകണം. ആ ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി ഈ ലോകത്തേക്ക് വിവിധ കാലഘട്ടങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ നിയോഗിച്ചു. എല്ലാ സമുദായങ്ങളിലേക്കും പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചകന്മാർ നിയോഗിതരാകാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞുപോയിട്ടില്ലെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. താക്കീതുകാരന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരൊറ്റ സമുദായവുമില്ല. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 24-ാമത്തെ സൂക്തം. ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകന്മാർക്ക് പരിസമാപ്തി കുറിക്കപ്പെട്ടു. മുഹമ്മദ് നബി ഏതെങ്കിലും ഒരു ജനസമൂഹത്തിലേക്ക് മാത്രം നിയോഗിതനായ ഒരു പ്രവാചകനല്ല, മറിച്ച് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. വമാ അർസൽനാക ഇല്ലാ കാഫതൻ ലിന്നാസി ബശീറൻ വനദീറ. പ്രവാചകരെ, നിങ്ങളെ സർവ്വജനങ്ങളിലേക്കുമല്ലാതെ നിയോഗിച്ചിട്ടില്ല, താക്കീതുകാരനായിട്ടും സന്തോഷവാർത്ത അറിയിക്കുന്നവനായിട്ടും. ആ പ്രവാചകന്മാരെല്ലാവരും ലോകത്തെ പഠിപ്പിച്ചത് രക്ഷയുടെ മാർഗമായിരുന്നു, മോക്ഷത്തിൻ്റെ മാർഗമായിരുന്നു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മനുഷ്യന് രക്ഷപ്പെടാൻ ആവശ്യമായ ആത്യന്തികമായ നിർദ്ദേശങ്ങളാണ് നൽകുന്നത്. ഇസ്ലാം ഏതെങ്കിലും ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർമ്മിച്ചതല്ല, അതല്ലെങ്കിൽ രൂപപ്പെടുത്തിയതല്ല ഇസ്ലാം. ലോകത്തുള്ള ഏത് മതങ്ങളും ഏത് ദർശനങ്ങളും എടുത്തു നോക്കിയാലും ഒന്നുകിൽ ഒരു നാടിനോട് അതിന് ബന്ധമുണ്ടാകാം, അതല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ബന്ധമുണ്ടാകാം. ക്രിസ്തുമതം ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടതാണ്, യഹൂദമതം ഒരു ജനസമൂഹത്തിലേക്ക് ചേർത്തപ്പെട്ടതാണ്, ഹിന്ദുമതം ഒരു സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആ അറബി പദത്തിൻ്റെ അർത്ഥം സമർപ്പണം, അതല്ലെങ്കിൽ സമാധാനം എന്നാണ്. സമർപ്പണമെന്നും സമാധാനമെന്നും അർത്ഥമുള്ള ഇസ്ലാം യഥാർത്ഥത്തിൽ സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിന് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുമ്പോൾ അതിലൂടെ കരഗതമാകുന്ന സമാധാനത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളും ദൈവിക വിധിവിലക്കുകൾ അനുസരിച്ച് ചിട്ടപ്പെടുത്തുക എന്നതാണ് ഇസ്ലാം കൊണ്ട് വിവക്ഷിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് ഇസ്ലാമിലേക്ക് പ്രവേശിക്കാൻ ലളിതമാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹു അല്ലാതെ, ഈ ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ആ ദൈവം, അതല്ലെങ്കിൽ ആ രക്ഷിതാവ് നിയോഗിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകനെയും ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുഹമ്മദ് നബി പ്രവാചകനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന ആ സാക്ഷ്യവചനം ഉരുവിടുമ്പോൾ യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയുള്ളവർക്കാണ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത്. അതല്ലാതെ ജന്മനാൽ ഒരാൾ മുസ്ലിമായി ജനിച്ചു എന്നതുകൊണ്ട് അയാൾക്ക് ഒരു പ്രത്യേകതയുമില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ ഈ സാക്ഷ്യവചനങ്ങൾ ഉൾക്കൊണ്ട് ആ പ്രതിജ്ഞയനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരാൾ ഇസ്ലാമാകുന്നത്. അതുകൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ച് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക. നാളെ മരണാനന്തര ജീവിതത്തിൽ മനുഷ്യരിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ആദർശം ഇസ്ലാം മാത്രമായിരിക്കുമെന്നാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഇസ്ലാമിലെ വിശ്വാസകാര്യങ്ങളെ സംബന്ധിച്ചാണ് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വിശ്വാസകാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഏകനായ സ്രഷ്ടാവിലുള്ള വിശ്വാസം. അത് വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി വിശ്വാസകാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിലുള്ള വിശ്വാസമാണ്, അഥവാ മാലാഖമാരിലുള്ള വിശ്വാസം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകതരം സൃഷ്ടികളാണ് മലക്കുകൾ. മനുഷ്യരുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കുവാനോ അനുഭവിക്കുവാനോ സാധ്യമല്ലാത്ത പ്രത്യേകതരം സൃഷ്ടികൾ. പ്രകാശത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് മലക്കുകൾ. മനുഷ്യരുടെ പ്രകൃതിയിൽ നിന്നും വ്യത്യസ്തമാണ് മലക്കുകളുടെ പ്രകൃതി. ഏകനായ സൃഷ്ടാവിൻ്റെ കൽപ്പനകൾക്ക് ഒരിക്കലും എതിര് പ്രവർത്തിക്കാൻ കഴിയാത്ത സവിശേഷതരം സൃഷ്ടികളാണ് യഥാർത്ഥത്തിൽ മലക്കുകൾ. വിശുദ്ധ ഖുർആനിലെ 66-ാം അധ്യായത്തിലെ 6-ാമത്തെ സൂക്തത്തിലൂടെ അള്ളാഹു പറയുന്നതാണ്, ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. അള്ളാഹു അവരോട് കൽപ്പിച്ചതെന്തോ ആ കൽപ്പനകൾക്ക് അവർക്ക് എതിരെ പ്രവർത്തിക്കാൻ സാധ്യമല്ല. അവർ പ്രവർത്തിക്കുകയില്ല. കൽപ്പിക്കപ്പെട്ടതെന്തോ അപ്രകാരം അവർ പ്രവർത്തിക്കുകയും ചെയ്യും. അള്ളാഹു ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾ മലക്കുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. മഴ വർഷിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. മനുഷ്യരുടെ ആത്മാവിനെ ഏറ്റെടുത്ത് മരിപ്പിക്കുന്ന അതിൻ്റെ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട മലക്കുകളുണ്ട്. അതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹു ഒരു ഉത്തരവാദിത്തമായി മാലാഖമാരെ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഇതാണ് മലക്കുകളെ സംബന്ധിച്ചുള്ള സംക്ഷിപ്തമായ വിശദീകരണം. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ വിശ്വാസമാണ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം. എന്താണ് വേദഗ്രന്ഥങ്ങൾ? ഈ ലോകത്ത് വിവിധ കാലഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ നിയോഗിതരായിട്ടുണ്ട്. ആ പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട മാർഗദർശന ഗ്രന്ഥങ്ങൾക്കാണ് വേദഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇഹപര ജീവിതത്തിന്റെ വിജയത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥങ്ങളിലുള്ള അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ. വിശുദ്ധ ഖുർആൻ 4 വേദഗ്രന്ഥങ്ങളുടെ പേര് പരാമർശിച്ചിട്ടുണ്ട്. മഹാനായ മൂസ അലൈഹിസ്സലാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട തൗറാത്ത്, മഹാനായ ദാവൂദ് അലൈഹിസ്സലാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട സബൂർ, മഹാനായ ഈസ അലൈഹിസ്സലാമിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീൽ, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ. ഈ 4 ഗ്രന്ഥങ്ങളുടെ പേര് മാത്രമാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞതെങ്കിലും അതിന് പുറമേയും മറ്റു പല പ്രവാചകന്മാർക്കും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നാൽ ഈ വേദഗ്രന്ഥങ്ങളിൽ മുൻപ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളൊന്നും അതിൻ്റെ യഥാർത്ഥ അവസ്ഥയിൽ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല, വിശുദ്ധ ഖുർആൻ ഒഴികെ. വിശുദ്ധ ഖുർആൻ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ട അതേ അവസ്ഥയിൽ യാതൊരു മാറ്റത്തിരുത്തലുകൾക്കും വിധേയമല്ലാതെ ലോകത്ത് നിലനിൽക്കുന്ന ഗ്രന്ഥം. ആ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഖുർആനിനെ സംബന്ധിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേകതയും സവിശേഷതയും അത് സത്യമാണെന്ന കാര്യവുമൊക്കെ മനുഷ്യർ മനസ്സിലാക്കുന്നത്. ഇൻഷാ അല്ലാഹ് വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വഴിയെ വിശദീകരിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അന്തിമ പ്രവാചകനിലൂടെ അവതരിപ്പിക്കപ്പെട്ട അവസാനത്തെ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ പ്രത്യേകത, ദൈവിക വചനങ്ങൾ മാത്രമാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യന്മാർക്കും മാർഗദർശനം നൽകുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച സ്രഷ്ടാവിൻ്റെ വാഗ്ദാനമാണ് അന്ത്യനാൾ വരെ യാതൊരുവിധ മാറ്റത്തിരുത്തലുകളുമില്ലാത്ത വിധം ആ ഗ്രന്ഥത്തെ സംരക്ഷിക്കുമെന്നത്. മനുഷ്യരുടെ കൈകടത്തലുകളില്ലാതെ ഇന്ന് ഭൂമിയിൽ നിലനിൽക്കുന്ന, അവതരിപ്പിക്കപ്പെട്ട അതേ അവസ്ഥയിൽ തനതായ ശൈലിയിൽ നിലകൊള്ളുന്ന ഒരേ ഒരു ഗ്രന്ഥവും വിശുദ്ധ ഖുർആൻ മാത്രമാണ്. എന്താണ് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന പ്രതിപാദന വിഷയങ്ങൾ? മനുഷ്യന്റെ രണ്ട് ജീവിതത്തിലും രക്ഷ പകരുവാൻ ആവശ്യമായ, അതല്ലെങ്കിൽ രക്ഷ നേടുവാൻ, വിജയം നേടുവാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. സ്രഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധമാണ് വിശുദ്ധ ഖുർആനിൻ്റെ മുഖ്യമായ പ്രമേയം. മനുഷ്യരെ സംസ്കരിക്കാൻ ഉതകുന്ന ആ നിലക്കുള്ള നിർദ്ദേശങ്ങൾ, ആത്മസംസ്കരണത്തിനുതകുന്ന ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യന്റെ ജീവിത വിജയത്തിന് ആവശ്യമായ ഈ ഭൗതിക ലോകത്ത് മനുഷ്യൻ പാലിക്കേണ്ട വിധിവിലക്കുകൾ, ഈ ഭൂമിയിൽ മനുഷ്യൻ അനുഷ്ഠിക്കേണ്ട ആചാരങ്ങൾ, അവൻ വിശ്വസിക്കേണ്ട വിശ്വാസങ്ങൾ, ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർ പാഠമായി സ്വീകരിക്കേണ്ട, മനുഷ്യർക്ക് പാഠമാകേണ്ട ഗതകാല സംഭവങ്ങൾ വിശുദ്ധ ഖുർആൻ അനുസ്മരിക്കുന്നുണ്ട്. സ്രഷ്ടാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി ബോധ്യപ്പെടുത്തുന്ന പ്രാപഞ്ചിക തെളിവുകൾ, അതിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച പ്രതിപാദന വിഷയങ്ങളാണ്. മാത്രമല്ല, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകം ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വട്ടപൂജ്യത്തിലായിരുന്നു. ആ കാലഘട്ടത്തിൽ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ സൂക്തങ്ങളിൽ ഒന്നുപോലും ശാസ്ത്രത്തിന് എതിരല്ല എന്നത് ഏറെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ആധുനിക ശാസ്ത്രത്തിൻ്റെ ഓരോ കണ്ടെത്തലുകളെയും ശരിവെക്കുന്നു എന്നതും ഈ ഗ്രന്ഥം മനുഷ്യരിൽ നിന്നല്ല, സ്രഷ്ടാവിൽ നിന്ന് ഉള്ള ഗ്രന്ഥമാണ് എന്നത് ഏറെ മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. മനുഷ്യർക്ക് രചിക്കുവാൻ കഴിയാത്ത രൂപത്തിലുള്ള അത്ഭുതകരമായ ശൈലിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ ശൈലി. 40 വയസ്സ് വരെ യാതൊരു സാഹിത്യാഭിരുചിയും പ്രകടിപ്പിക്കാത്ത പ്രവാചകൻ, തികച്ചും നിരക്ഷരനായ പ്രവാചകൻ, ആ പ്രവാചകനിൽ നിന്നാണ് ഈ ഒരു ഗ്രന്ഥം യഥാർത്ഥത്തിൽ ലോകം ശ്രവിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ ഇത്രയും അത്ഭുതകരമായ വശ്യസുന്ദരമായ ശൈലിയോടുകൂടെ ലോകം ശ്രവിച്ച ഈ ഗ്രന്ഥം എഴുതുക എന്നത് അസംഭവ്യമാണ് എന്നത് ഏറെ ചിന്തനീയമായ ഒരു വിഷയമാണ്. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ലോകത്തിൻ്റെ മുമ്പിൽ ഉയർത്തിയ ഒരു വെല്ലുവിളിയാണ്. ഈ ഖുർആൻ ദൈവികമല്ലെന്ന് നിങ്ങൾക്ക് വാദമുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവരിക എന്നത്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രായിലും സൂറത്തുൽ ബഖറയിലുമൊക്കെ ആവർത്തിച്ച് വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചതാണ്. ഇതുപോലൊരു അധ്യായം നിങ്ങൾ കൊണ്ടുവരിക, അതല്ലെങ്കിൽ 10 അധ്യായമെങ്കിലും, അതിനു സാധ്യമല്ലെങ്കിൽ ഒരധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. ലോകത്ത് ആർക്കും അതിന് ഇന്നേ വരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ വെല്ലുവിളിയാണ്. അത് ഏറ്റെടുക്കാൻ ആർക്കും ഇന്ന് സാധിച്ചിട്ടില്ല. മാത്രവുമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളിലൂടെ വിശുദ്ധ ഖുർആൻ ലോകത്ത് അധമമായ ഒരു സമൂഹത്തെ ഏറ്റവും ഉത്തമമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു എന്നത് വിശുദ്ധ ഖുർആനിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യവുമാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിനെ കൂടുതൽ പഠിക്കുകയും പഠനവിധേയമാക്കുകയും ഖുർആനിൻ്റെ ആദർശവും ആശയവും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്ന്
ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവം അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, ഇസ്ലാം എന്താണ് എന്ന് വളരെ ലളിതമായി വിശദീകരിക്കുകയാണിവിടെ. ഇസ്ലാമിലെ വിശ്വാസ കാര്യങ്ങളാണ് കുറച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം കഴിഞ്ഞാൽ പ്രവാചകന്മാരിലുള്ള വിശ്വാസമാണ് വിശ്വാസകാര്യങ്ങളിൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്താണ് പ്രവാചകന്മാരിൽ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നന്മ തിന്മകൾ മനുഷ്യബുദ്ധിക്ക് ഒരിക്കലും വേർതിരിക്കുക സാധ്യമല്ല. എന്താണ് നന്മ, എന്താണ് തിന്മ എന്ന ചോദ്യത്തിന് അവസാന വാക്ക് പറയുവാൻ ശാസ്ത്രത്തിനോ യുക്തിചിന്തക്കോ ഒന്നും സാധ്യമല്ല. ഒരാൾക്ക് നന്മയായി തോന്നുന്നത് മറ്റൊരാൾക്ക് തിന്മയായി തോന്നാം. ഒരാൾ ജനിച്ച സാഹചര്യം നന്മ തിന്മകളെ വേർതിരിക്കുന്ന വിഷയത്തിൽ അയാളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മനുഷ്യർക്ക് നന്മയായി സ്വീകരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന്, മനുഷ്യർ തിന്മയായി കാണുകയും വെടിയുകയും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് അവരെ സൃഷ്ടിച്ച സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വേർതിരിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യർ സ്വീകരിക്കേണ്ട നന്മകളെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊടുക്കുന്നതിനും മനുഷ്യർ വെടിയേണ്ട തിന്മകളെ സംബന്ധിച്ച് അവരെ ഉത്ബോധിപ്പിക്കുന്നതിനും ഉണർത്തുന്നതിനും വേണ്ടി ഈ ലോകത്തേക്ക് അവരിൽ നിന്നു തന്നെ, മനുഷ്യരിൽ നിന്നു തന്നെ തിരഞ്ഞെടുത്ത ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്. അവരാണ് പ്രവാചകന്മാർ. അവർ മനുഷ്യരുടെ മുമ്പിൽ പൂർണ്ണമായ മാതൃക നൽകുന്നവരായിരുന്നു. മനുഷ്യത്വത്തിൻ്റെ പരിപൂർണത കൈവരിച്ചവരായിരുന്നു അവരെല്ലാവരും മനുഷ്യരായിരുന്നു. എന്നാൽ സാധാരണ മനുഷ്യരിൽ നിന്ന് ഒട്ടനവധി സവിശേഷതകളും പ്രത്യേകതകളും അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർക്കുണ്ടായിരുന്നു. പ്രവാചകന്മാർ നിയോഗിക്കപ്പെടാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞുപോയിട്ടില്ലെന്നാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആനിലെ 35-ാം അധ്യായം 24-ാമത്തെ സൂക്തത്തിൽ അള്ളാഹു വിശദീകരിക്കുന്നു, വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. മുന്നറിയിപ്പുകാർ നിയോഗിക്കപ്പെടാത്ത, കടന്നു വരാത്ത ഒരൊറ്റ സമുദായവും കഴിഞ്ഞു പോയിട്ടില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നിയോഗിക്കപ്പെട്ട സർവ്വപ്രവാചകന്മാരിലും വിശ്വസിക്കേണ്ടത് അവരുടെ ബാധ്യതയാണ്. ഒരു പ്രവാചകനെ സ്വീകരിക്കുകയും മറ്റൊരു പ്രവാചകനെ തള്ളിക്കളയുകയും ചെയ്യുക എന്ന പ്രവണത ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. ഖുർആനിലെ 2-ാം അധ്യായം 285-ാമത്തെ സൂക്തത്തിൽ പറയുന്നു, ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി. പ്രഖ്യാപിക്കണം മുസ്ലിമീങ്ങൾ, ഞങ്ങൾ അവൻ്റെ ദൂതന്മാരിൽ ഒരാൾക്കിടയിലും വൈജാത്യം കൽപ്പിക്കുകയില്ല, വ്യത്യാസം പുലർത്തുകയില്ല. ചിലരെ സ്വീകരിക്കുകയും മറ്റു ചില ആളുകളെ തള്ളുകയും ചെയ്യുന്ന ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കുകയില്ലെന്ന് പ്രഖ്യാപിക്കാൻ മുസ്ലിമീങ്ങളോടല്ല സർവ്വ മനുഷ്യരോടും ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഈ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരിൽ അന്തിമനാണ് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന് ശേഷം ഇനി ഈ ലോകത്തേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെടുകയില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് ഓരോ മനുഷ്യരും മാതൃകയായി സ്വീകരിക്കേണ്ടത്.
അവിടുന്ന് പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഓരോ മനുഷ്യരും അവരുടെ മതമായി അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പരിശോധിക്കുകയും പഠിക്കുകയും അവിടുത്തെ കൂടുതൽ അറിയുകയും അങ്ങനെ ഇസ്ലാമിനെ അവിടുത്തെ ജീവിതത്തിലൂടെ മനസ്സിലാക്കുകയും ആ മാതൃക സ്വീകരിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ സഹോദരങ്ങളെ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇസ്ലാം എന്ത് എന്ന ഈ സംഗതി വിശദീകരിക്കുമ്പോൾ പല ആളുകൾക്കും അതിനെ സംബന്ധിച്ച്, ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അത് തിരുത്തുവാനും ശരിയായ ധാരണകൾ ഉൾക്കൊള്ളുവാനും വേണ്ടിയുള്ള ഒരു വിശദീകരണമാണിത്. അതുകൊണ്ട് കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഇൻഷാ അല്ലാഹ് വരും വിശദീകരണങ്ങൾ തുടർന്ന് വിശദീകരിക്കപ്പെടുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.